മലബാർ കോളേജിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. മൊഡ്യൂൾ 3 ജോയിന്റ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. അതിൻ്റെ പാർട്ട് 3 ആണ് ഇന്നത്തെ ക്ലാസ്. എന്താണ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഡിസ്കഷൻ ഉള്ളത്. അത് രണ്ട് കേസ് ഉണ്ട്. ഒന്ന് ഡിസ്ക്രീറ്റ് കേസ്, രണ്ട് കണ്ടിന്യൂസ് കേസ്. ഡിസ്ക്രീറ്റ് കേസിനെ കുറിച്ച് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. എക്സ് ആൻഡ് വൈ ബി ടു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് വിത്ത് ജോയിന്റ് PDF f of x y. എക്സും വൈയും രണ്ട് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. അതിന്റെ ജോയിന്റ് PDF f of x y ആണ്. ദ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ഈസ് ഡിഫൈൻഡ് ആസ് fxx എന്ന് പറഞ്ഞാൽ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നാണ് അർത്ഥം. അതിൻ്റെത് സിഗ്മ ഓവർ വൈ. എക്സ് ആവുമ്പോൾ ഓവർ വൈയും വൈ ആവുമ്പോൾ ഓവർ എക്സും വരും. f of x y. ഇതുപോലെ തന്നെ ദി മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y ഈസ് ഡിഫൈൻഡ് ആസ് fy y ഈക്വൽ ടു സിഗ്മ ഓവർ എക്സ്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ y ആവുമ്പോൾ ഇവിടെ എക്സും ഇവിടെ എക്സ് ആവുമ്പോൾ ഇവിടെ y ആയിരിക്കും ഓവർ എക്സ് f of x y. ഇനി അതിൻ്റെ റിമാർക്കുകൾ fxxും fyയും ആർ ദി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ്. ക്യാപിറ്റൽ f of xxും ക്യാപിറ്റൽ fyയും ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അഥവാ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആയിരിക്കും എന്നർത്ഥം റെസ്പെക്റ്റീവ്ലി. ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ നേരത്തെ PDF ഡിഫൈൻ ചെയ്ത പോലെ തന്നെ fxx ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. സിഗ്മ ഓവർ എക്സ് fxx ഈക്വൽ ടു 1 ആയിരിക്കും. അതുപോലെ തന്നെ fyy ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. സിഗ്മ ഓവർ y fyy ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി അടുത്തത് കണ്ടിന്യൂസ് കേസാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. കണ്ടിന്യൂസ് കേസും ഇതുപോലെ തന്നെ ആയിരിക്കും. അവിടുത്തെ വ്യത്യാസം എന്താ വെച്ചാൽ ഇന്റഗ്രൽ മൈനസ് y ഈക്വൽ ടു x ആണെങ്കിൽ f of x ഈക്വൽ ടു ഇന്റഗ്രൽ y ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. x ആവുമ്പോൾ ഇവിടെ y എഴുതണം, വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ y ആവുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ഇവിടെ x എഴുതണം, വിത്ത് റെസ്പെക്ട് ടു dx ഇന്റഗ്രേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ fxx ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഇന്റഗ്രൽ x ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി f of xy dx ഈക്വൽ ടു 1 ആയിരിക്കും. dy ഈക്വൽ ടു 1 ആയിരിക്കും. അതിന്റെ fyy ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. പിന്നെ p of a ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു b എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും, ഇന്റഗ്രൽ a ടു b fxx dx ആയിരിക്കും. ഇതിനെ തന്നെ ഈ രൂപത്തിലും ഒക്കെ എഴുതാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ എക്സ് വരെ fxx ഈക്വൽ ടു സിഗ്മ xi ലെസ് ദാൻ ഓർ ഈക്വൽ ടു x fxx xi എന്ന് പറഞ്ഞാൽ എക്സ് വരെ സാധനം ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, മാർജിനൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ മാർജിനൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയാം. ഇനി കണ്ടിന്യൂസ് കേസ് ആണെങ്കിൽ എന്തായിരിക്കും, t ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് വരെ fx of t dt. ഇതേപോലെ തന്നെ fyയും വരും. ഇത്ര മാത്രമാണ് ഇതിൽ നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തത് എന്താണ് ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ, ടു റാൻഡം വേരിയബിൾസ് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ വേണ്ടില്ല, കണ്ടിന്യൂസ് ആണെങ്കിലും വേണ്ടില്ല. x and y ആർ വിത്ത് ജോയിന്റ് പ്രോബിലിറ്റി ഫംഗ്ഷൻ f of x y and marginal density function fxx and fyy. അത് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഈ കണ്ടീഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. f of xy ഈക്വൽ ടു fxx ഇൻറ്റു fyy ആയിരിക്കും. ഇതേപോലെ തന്നെ അത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ സ്കോളാസ്റ്റിക്കലി ഇൻഡിപെൻഡന്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും, ക്യാപിറ്റൽ f of xy ഈക്വൽ ടു fxx ഇൻറ്റു fyy. അപ്പോൾ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എന്തായിരിക്കും, f of xy ഈക്വൽ ടു fxx ഇൻറ്റു fyy ആയിരിക്കും. അതുപോലെ തന്നെ ക്യാപിറ്റൽ f of xy ഈക്വൽ ടു fxx ഇൻറ്റു fyy ആയിരിക്കും. അടുത്തതായി നമുക്ക് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഇഫ് ദ ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് xy ഈസ് ഗിവൺ ബൈ f of xy ഈക്വൽ ടു x plus y by 21, x എന്ന് പറഞ്ഞാൽ 1 2 3 y ഈക്വൽ ടു 1 2 1. then find the marginal distributions, also find the means of x and y. അപ്പൊ നമുക്ക് ഇവിടെ f of xy തന്നിട്ടുണ്ട്, അത് x plus y divided by 21 ആണ്. അതിന്റെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ fxxും fyyയും നമുക്ക് കാണണം, അതുപോലെ തന്നെ മീനും കാണണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിനു വേണ്ടി നാം ഒരു ടേബിൾ വരച്ച് ഇതിന്റെ PDF കാണാൻ, ജോയിന്റ് PDF കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്ത് ഒരു ടേബിൾ ഇങ്ങനെ വരച്ച്, അപ്പോൾ y എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് y 1 2 ആണെന്ന്, x 1 2 3 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ y 1 2 എന്ന് എഴുതി, x 1 2 3 എന്ന് എഴുതിയ. ഇനി എന്താണ് f of xy, x plus y divided by 21 ആണ്. അപ്പോൾ നമുക്ക് 1 1 പറഞ്ഞാൽ 1 plus 1 2 by 21, 1 plus 2 3 by 21. അതുപോലെ 2 1 പറഞ്ഞാൽ 2 plus 1 3 by 21, 2 plus 2 4 by 21, 3 plus 1
4/21, 3 plus 2 5/21. ഇനി നമ്മൾ ഇതിനെ ആഡപ്പ് ചെയ്ത് 3 plus 2 plus 3 ഇവിടെ നമ്മൾ എഴുതി 5/21, 3 plus 4 7/21, 4 plus 5 9/21. അതുപോലെ y നമ്മൾ ആഡ് ചെയ്ത് 2 plus 3 plus 4 എന്ന് പറഞ്ഞാൽ 2 3 5 4 9, 3 4 7 5 12 ഇങ്ങനെ ആഡപ്പ് ചെയ്ത് ഇനി ഇതിനെ ആഡ് ചെയ്താലും 1 കിട്ടും, ഇവിടെ ആഡ് ചെയ്താലും 1 കിട്ടും. ഇനി നമ്മൾ ഇതിന്റെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഴുതണം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിന്റെ റേഞ്ചസ് 1 2 3 ആണല്ലോ. അപ്പൊ എക്സ് ഈക്വൽ ടു 1 2 3 എന്ന് എഴുതി. ഇനി എക്സിന്റെ 1ന് നമുക്ക് കിട്ടിക്കുന്നത് 5/21 ആണ്, അടുത്തതിന് 2ന് കിട്ടിക്കുന്നത് 7/21 ആണ്, 3ക്ക് നമുക്ക് കിട്ടിക്കുന്നത് 9/21 ആണ്. അപ്പൊ അതിവിടെ എഴുതി 5/21, 7/21, 9/21. ഇതുപോലെ തന്നെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y നമ്മൾ എഴുതി. അതെന്താണ്? yയുടെ 1 2 ആണ്, അതിന്റെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് 9/21 12/21 ആണ്. അപ്പൊ ഈ രണ്ട് വാല്യൂസും ഇവിടെ എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? മീൻ കാണണം. മീൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് എഫ് എക്സ് എക്സ് എന്നാണ്, സിഗ്മ ഓവർ എക്സ് എഫ് എക്സ് എക്സ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? 1 into 5/21 പ്ലസ് 2 into 7/21 പ്ലസ് 3 into 9/21 എന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2.1905 എന്ന് കിട്ടും. ഇതുപോലെ മീൻ ഓഫ് y കാണാൻ വേണ്ടി 1 into 9/21 2 into 12/21 എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1.5714 എന്നുള്ള വാല്യൂ ആണ്. അടുത്തതായി ഞാൻ വേറൊരു എക്സാമ്പിൾ എടുത്ത് ഇവിടെ ജോയിന്റ് PDF തന്നിട്ടുണ്ട്, ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇവിടെ ഡയറക്റ്റ് ടേബിൾ ആണ് തന്നിരിക്കുന്നത്. y 1 2 3 4 5 6 x 0 1 2. ഇനി ഇതിന്റെ വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട്, ഈ വാല്യൂസ് ടേബിൾ തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് കാണേണ്ടത്? ഒന്നാമത്തെ p of x less than or equal to 1 കാണാം, രണ്ടാമത്തെ p of y less than or equal to 3 കാണാം, മൂന്നാമത്തെ x plus y p of x plus y less than or equal to 4 കാണാം. അപ്പൊ നമ്മൾ ആദ്യം fxx കണ്ട് എക്സിന്റെ വാല്യൂ നമുക്കറിയാം 0 1 2 ആണ്. അപ്പൊ 0 1 2 എന്ന് എഴുതി. 0 കറസ്പോണ്ടിങ് ആയി വരുന്ന വാല്യൂസ് ഒക്കെ ആഡപ്പ് ചെയ്ത് അപ്പോൾ 0 plus 0 plus 1 plus 2 plus 2 അപ്പൊ എത്ര കിട്ടും? പ്ലസ് 3, 3 2 5 2 7 8 8/32 എന്ന് കിട്ടും. ഇതൊക്കെ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ 20/32 എന്നാണ്. ഈ മൂന്നാമത്തത് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4/32 എന്നാണ്. ഇതുപോലെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y കാണാൻ yയുടെ വാല്യൂ നമുക്ക് 1 to 6 ആണ്. അപ്പൊ 1 to 6 വരെ എഴുതി. ഇനി 1നെ നമ്മൾ ആഡപ്പ് ചെയ്ത് അപ്പൊ ഇവിടെ 1/16 1/32 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3/32. നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ആഡ് ചെയ്താൽ മതി. അതുപോലെ 2ന്റെ കോളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3/32, 3യുടെ കോളം 4ന്റെ കോളം 5ന്റെ കോളം 6ന്റെ കോളം ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. p of x less than or equal to 1 ആണ് ഒന്നാമത് കാണേണ്ടത്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്നത് 0 1 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8 20 28/32 എന്ന് പറഞ്ഞാൽ 7/8 എന്ന് കിട്ടും. ഇനി p of y less than or equal to 3 എന്ന് പറഞ്ഞാൽ yയുടെ വാല്യൂ 0 1 2 3 വരെ എന്നർത്ഥം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഈ 3 വാല്യൂ ആഡ് ചെയ്ത് അത് നമുക്ക് എന്ത് കിട്ടും? 23/64 എന്ന് കിട്ടും. ഇനി x plus y less than or equal to 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 വരുന്ന രൂപത്തിൽ x y-യും ആഡ് ചെയ്യണം. നമുക്കറിയാം എക്സിന്റെ വാല്യൂ 0 1 ആയാൽ ലെസ് ദാൻ 4 ആണ്, 0 2 ആണ് ലെസ് ദാൻ 4 ആണ്, 0 3 ലെസ് ദാൻ 4 ആണ്, 0 4 വരും. അപ്പോൾ 0 1 0 2 0 3 0 4 എന്നുള്ളത് വരും. അതുപോലെ അടുത്തത് 1 വെച്ച് കൊടുക്കുകയാണെങ്കിൽ 1 1 1 2 1 3 വരെ വരും. 1 4 വരില്ല, അത് 5 ആണ് വരിക. അടുത്തത് 3 2 1 2 2 വരെ വരും. 2 3 വരില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ 2 2 ആണ് ലെസ് ദാൻ 4 വരുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ഉണ്ട് ഇവിടെ. ഇനി ഈ വാല്യൂസ് ഒക്കെ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് 0 1 എന്താണ്? 0 1 എന്നുള്ള കോളം നോക്കിയാൽ മതി. അത് 0 1 0 1 0 ആണ്, 0 2 0 ആണ്. ഇങ്ങനെ ഈ വാല്യൂസ് ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ടോട്ടൽ 13/32 എന്ന് കിട്ടും. അടുത്ത ഉദാഹരണം ജോയിന്റ് PDF ഇവിടെ തന്നിട്ടുണ്ട്. f of x y equal to kxy. എക്സിന്റെ റേഞ്ച് 0 to 4, yന്റെ റേഞ്ച് 1 to 5 ആണ്. അതർവൈസ് ഈക്വൽ ടു 0 elsewhere. ഇനി ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് k ആണ്. രണ്ടാമത്തെ ഡിറ്റർമിൻ മാർജിനൽ PDF ഓഫ് x and y. മൂന്നാമത്തെ ഇവാലുവേറ്റ് p of x less than or greater than or equal to 3, y less than or equal to 2. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് f of x y, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇറ്റ് ഈസ് എ PDF എന്ന്. അപ്പോൾ ഡബിൾ ഇന്റഗ്രൽ f of x y dy dx ഈക്വൽ ടു 1 ആയിരിക്കും.
എന്ന് പറഞ്ഞാൽ എക്സിന്റെ റേഞ്ച് 0 to 4 എന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്, വൈന്റെ റേഞ്ച് 1 to 5 എന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. kxy dy dx. അപ്പൊ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു y ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്ന് എക്സ് കെ പുറത്തേക്ക് എടുത്ത് ഇനി എക്സ് ഈക്വൽ ടു 0 4 എക്സിന്റെ റേഞ്ച് ഇവിടെ എഴുതി, എക്സ് ഇവിടെ എഴുതി. നമുക്ക് വൈനെ മാത്രമേ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതുള്ളൂ. അത് y²/2 1 to 5 dx. ഇനി ഇതിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഈക്വൽ ടു 1 ആണ്, ഈക്വൽ ടു 1 ആണ് ഇവിടെ തന്നിരിക്കുന്നത്, ഈക്വൽ ടു 1 അല്ലെ. ഇതിൽ നിന്ന് ഈ /2 എന്നുള്ളതിനെ പുറത്തേക്ക് എടുത്ത് ഇതിൽ നിന്ന് എന്ത് ചെയ്ത് /2, അപ്പൊ k/2 എന്ന് വരും, k/2 എന്ന് വരും. ഇതിൽ നമ്മൾ /2 എന്നുള്ളത് പുറത്തേക്ക് എടുത്താൽ k/2 എന്ന് കിട്ടും. ബാക്കി എക്സ് ഇവിടെ ഉണ്ട്. ഇനി വൈക്ക് അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള 5 കൊടുത്താൽ 5² പറഞ്ഞ 25, 25 മൈനസ് 1 കൊടുത്താൽ 1² പറഞ്ഞ 1 ആണ്. അപ്പൊ 25 മൈനസ് 1 വിച്ച് ഈസ് 24 എന്ന് വരും. ഈ 24 ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് 24x. ഇനി ഈ 2ഉം ഈ 24ഉം വെട്ടി 12 എന്ന് കിട്ടും, എക്സ് ഡി എക്സ്. ഇനി ഇതിൽ നിന്ന് 12k, ഈ 12 പുറത്തേക്ക് എടുത്ത് എഴുതി 12k ഇന്റഗ്രേറ്റ് 0 to 4 x dx. എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് x²/2 എന്ന് കിട്ടും. ഇനി അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള 4 കൊടുത്താൽ 16 എന്ന് കിട്ടും. ഈ /2 പുറത്തേക്ക് എടുത്തിട്ടുണ്ട്, 12k/2. 16 0 കൊടുത്താൽ 0 എന്ന് കിട്ടും. അപ്പൊ 16 മൈനസ് 0, അപ്പൊ 12/2 പറഞ്ഞാൽ 6k, 16 എന്ന് കിട്ടും. അപ്പൊ 96k ഈക്വൽ ടു 1, k ഈക്വൽ ടു 1/96 കിട്ടും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പാർട്ട്, k ഈക്വൽ ടു 1/96. ഇനി രണ്ടാമത്തത്, ഇനി നമ്മൾ എന്ത് ചെയ്യണം, therefore the joint PDF എഴുതണം. joint PDF എന്ന് പറഞ്ഞാൽ എന്താണ്, xy/96 k xy എന്നിരുന്ന് k യുടെ സ്ഥാനത്ത് 1/96 എന്ന് കൊടുത്താൽ xy/96 എന്ന് കിട്ടും. 0 ലെസ് ദാൻ x ലെസ് ദാൻ 4 1 ലെസ് ദാൻ y ലെസ് ദാൻ 5 എന്ന് പറഞ്ഞാൽ x 0 to 4 ഉം y 1 to 5 ആണ്. ഇനി മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കാണാൻ വേണ്ടി fxs എന്ന് എഴുതി, വിച്ച് ഈസ് ഇന്റഗ്രൽ ഓവർ y. x ആണെങ്കിൽ y ആയിരിക്കും, f of x y dy. ഇനി വൈയുടെ റേഞ്ച് നമ്മുടെ ക്വസ്റ്റനിൽ 1 to 5 ആയതുകൊണ്ട് ഇവിടെ 1 to 5 എന്ന് കൊടുത്ത് xy/96 dy എന്ന് വരും. ഇനി അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. അതിന് ഞാൻ എന്ത് ചെയ്ത് xy/96 dy അതിൽ 1/96 പുറത്തേക്ക് എടുത്ത് വി ആർ ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു y. അപ്പൊ എക്സിനെ എക്സ് ആയിട്ട് എഴുതി, വൈനെ ഇന്റഗ്രേറ്റ് ചെയ്ത y²/2 എന്ന് കിട്ടും, ഇന്റഗ്രൽ 1 to 5. അപ്പൊ 1/96 x എന്ന് എഴുതി. വൈയുടെ അപ്പർ ലിമിറ്റ് 5 ആണ്. അപ്പൊ 25 മൈനസ് 1² പറഞ്ഞാൽ 1 ആണ്. അപ്പൊ 1/2 എന്ന് പറഞ്ഞാൽ 24/2 എന്ന് കിട്ടും. 24/2 എന്ന് പറഞ്ഞാൽ 12 ആണ്. ഈ 12ഉം 96ഉം വെട്ടി 8 പ്രാവശ്യം പോകും, വിച്ച് ഈസ് ഈക്വൽ ടു x/8. സോ ദിസ് വാല്യൂ കംസ് x/8 ഹിയർ. അടുത്തത് മാർജിനൽ PDF ഓഫ് y കാണാനാണ്. എങ്ങനെയാണ് മാർജിനൽ PDF ഓഫ് y? എഫ് എന്ന് പറഞ്ഞാൽ FYY എന്ന് പറഞ്ഞാൽ ഇവിടെ y ആകുമ്പോൾ ഇവിടെ x എഴുതണം, ഇന്റഗ്രൽ ഓവർ x f of xy dx. ഇനി x റേഞ്ചസ് ഫ്രം 0 to 4 ആയതുകൊണ്ട് ഇവിടെ 0 to 4 f of xy xy/96 dx and we have to integrate with respect to dx. So that I am doing here. ഞാൻ ഇതിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈനെ y/96 മാത്രം പുറത്തേക്ക് എഴുതി ആദ്യം. ഇനി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്ത x²/2 എന്ന് കിട്ടും. ഇനി അപ്പർ ലിമിറ്റ്, അപ്പൊ y/96 ഇൻറ്റു എക്സിന്റെ ലിമിറ്റ് 4 കൊടുത്താൽ 4ന്റെ സ്ക്വയർ 16, 0ന്റെ സ്ക്വയർ 0/2 എന്ന് കിട്ടും. അപ്പോൾ 16/2 എന്ന് പറഞ്ഞാൽ 8 ആണ്. 16 മൈനസ് 0 16 ആണ്. 16/2 പറഞ്ഞാൽ 8 ആണ്. 8ഉം 96ഉം ക്യാൻസൽ ചെയ്ത് പോകും, അപ്പൊ 12 കിട്ടും. സോ വിച്ച് ഈസ് ഈക്വൽ ടു y/12. ദാറ്റ് ഈസ് ആ ആൻസർ ആണ് ഇവിടെ y/12 എന്ന് പറയുന്നത്. ഇവിടെ y ഉള്ളത് കൊണ്ട് നമ്മുടെ വൈയുടെ റേഞ്ച് ആണ് എഴുതേണ്ടത്. ഇവിടെ x ഉണ്ടായിരുന്നത് കൊണ്ട് എക്സിന്റെ റേഞ്ച് ഇവിടെ എഴുതണം. ഓക്കെ. ഇനി അടുത്തത് മൂന്നാമത്തത് ഒരു ക്വസ്റ്റ്യൻ കൂടി തന്നിട്ടുണ്ട്. p of x greater than or equal to 3 y less than or equal to 2. എക്സിന്റെ റേഞ്ച് 0 to 4 ആണ്. അപ്പൊ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ 3 to 4 എന്നാണ് വരിക. എക്സിന്റെ റേഞ്ച് 3 to 4 എന്ന് വരും. എന്താ കാരണം, എക്സ് റേഞ്ചസ് ഫ്രം 0 to 4 ആണ്. നമുക്കാണെങ്കിൽ 3 മുതലാണ് കാണുന്നത്. അപ്പൊ 3 to 4 എന്ന് എഴുതണം. ഇവിടെ 3 to 4 എന്ന് എഴുതിയിട്ടുണ്ട്. y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 പറഞ്ഞാൽ y സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 പറഞ്ഞാൽ 2 വരെ എന്നർത്ഥം. അപ്പൊ 1 to 2 എന്ന് എഴുതണം. വൈയുടെ റേഞ്ച് 1 to 2. xy/96 dy dx എന്ന് വരും. ഇനി അതിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതിനെ ഞാനിവിടെ വേറെ ഇന്റഗ്രേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്ത് 3 to 4 1 to 2 xy/96 dy വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത്. അപ്പൊ x/96 പുറത്തേക്ക് എടുത്ത് എന്നിട്ട് എന്ത് ചെയ്ത് വൈനെ ഇന്റഗ്രേറ്റ് ചെയ്ത y²/2. അതിന്റെ റേഞ്ച് തന്നിട്ടുണ്ട് 1 to 2 ആണെന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് 1 to 2. അപ്പോൾ 2 കൊടുത്തു കഴിഞ്ഞാൽ 2² എന്ന് പറഞ്ഞാൽ 4 കിട്ടും. 1² പറഞ്ഞാൽ 1 കിട്ടും. അപ്പൊ 4 മൈനസ് 1/2 dx എന്ന് കിട്ടും. ഇനി 4 മൈനസ് 1 പറഞ്ഞാൽ 3/2 ആണ്. അപ്പൊ 3/2 ഇവിടെ എഴുതി.
ഈ 4-1 ആണ് ഈ എഴുതിയിരിക്കുന്നത് 3/2. ഇനി 96ഉം 3യും 32 പ്രാവശ്യം പോകും. 32 × 2 64. അപ്പോൾ ഇവിടെ x/64 dx. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ 1/64 പുറത്തേക്ക് എടുത്ത് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്ത s²/2. അപ്പർ ലിമിറ്റ് 4ഉം ലോവർ ലിമിറ്റ് 3 ആണ്. അപ്പൊ 16 അപ്പർ ലിമിറ്റ് കൊടുത്താൽ 4² എന്ന് പറഞ്ഞാൽ 16 കിട്ടും. മൈനസ് 3² പറഞ്ഞാൽ 9 കിട്ടും. 16 മൈനസ് 9 എന്ന് പറഞ്ഞാൽ അത് 7 ആണ്. 7/2 ഉണ്ട് ഇവിടെ. അപ്പൊ /2 എന്ന് എഴുതി. ഇനി 2 × 64 കാരണം 128 ആണ്. സോ 7/28 ഈസ് ദ ഫൈനൽ ആൻസർ ഹിയർ. സോ വി ഗോട്ട് 7/28.